ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണമുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ ഒരുങ്ങിപ്പോവാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് 12 മണിയായി. ഞങ്ങൾ കല്യാണം പോവാണ്. ഇന്ന് ഞങ്ങളെ എമ്മങ്കയിലാണ് പോകുന്നത്. ഇന്ന് ഞാനും ഉണ്ട്, അപ്പുകായുണ്ട്, പപ്പാച്ചുണ്ട്, ഉമ്മിയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. പോകാം. അപ്പം ഞാനെന്നുള്ളത് എൻ്റെ അയൽവാസിയായ നവാസുക്കായുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതാണ്. MMK ഓഡിറ്റോറിയം സാരഥി ജംഗ്ഷനിലാണ്. പുറത്ത് നല്ല ചൂടായതിനാൽ വന്നുടനെ ഒന്ന് ഉള്ളിൽ തണുപ്പിക്കാമെന്ന് വെച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞ് പുറത്തങ്ങനെ കാത്തു നിൽക്കുകയാണ്. പരിചയക്കാരെയൊക്കെ ഒരുപാട് പേരെ കാണാനുള്ള ഒരു സാഹചര്യമാണ് ഇങ്ങനെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ മെയിൻ പരിപാടി അടിയിൽ ഡൈനിങ്ങിൽ നടക്കുന്നുണ്ട്. നമ്മളങ്ങോട്ട് പോയില്ല. പോകാനുള്ള തയ്യാറെടുപ്പിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ആരെങ്കിലും കുറച്ച് കമ്പനിക്കാരെയും കൂടെ കിട്ടണം. അത് കഴിഞ്ഞ് നേരെ ഡൈനിങ്ങിൽ പോയി നമുക്ക് ഇന്നത്തെ ഫുഡ് ഒന്ന് കഴിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യം പറയുകയാണ്. നമ്മുടെ MMK ഓഡിറ്റോറിയത്തിൻ്റെ പേരൊന്ന് മാറ്റിയിട്ടുണ്ട്. ഞാനതിപ്പോഴാണ് ശ്രദ്ധിച്ചത്. നടൻ MMK. നടനാണോ നാടനാണോ എന്നറിയില്ല. എന്തായാലും ബോർഡ് മാറ്റി പ്രത്യേകമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ പേരിപ്പോൾ MMK ഓഡിറ്റോറിയം എന്നല്ല, നടനാണോ നാടനാണോ എന്താണെന്ന് അറിയില്ല. ഏതായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും നടനാണോ നാടനാണോ എന്നുള്ളത്. അപ്പം നമ്മൾ ഇന്ന് താഴെ എത്തിയിരിക്കുകയാണ്. ഡൈനിങ് ഏരിയയിലെത്തി. നേരെ ഉള്ളിൽ കയറി കഴിക്കാമെന്നുള്ള ധാരണയിലാണ് എത്തിയത്. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ, മൊത്തം ഫുള്ളാണ്. എന്തായാലും ഡൈനിങ്ങിനുള്ളിൽ കയറിയത് കൊണ്ട് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പുറവിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവർ എഴുന്നേറ്റിട്ട് വേണം ഞങ്ങൾക്കൊന്നിരിക്കാൻ. അങ്ങനെ വെയിറ്റിംഗ്, കട്ട വെയിറ്റിംഗ് ആണ്. നമ്മൾ നോക്കിയ എല്ലാ ടേബിളിലും ഫുൾ ആളാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ അവർ എഴുന്നേക്കുന്ന മുറയ്ക്ക് നമുക്ക് കയറിയിരിക്കാം. ഞാൻ മൊത്തത്തിൽ ഒന്ന് കറങ്ങി നോക്കി, എവിടെയെങ്കിലും ഒരു ചാൻസ് ഉണ്ടോയെന്ന്. ഒരു രക്ഷയില്ല, മൊത്തം എടുത്ത് ആൾ ഫില്ലാണ്. അവരുടെ എല്ലാ കസേരയുടെ പുറകിലും ഓരോരുത്തർ വെയിറ്റിങ്ങിലാണ്. നമ്മുടെ പയ്യൻ എങ്ങനെയോ അകത്ത് കയറിയത് ഇരിപ്പായി കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. ബിരിയാണി കഴിച്ച് തുടങ്ങി. ഞാനും എനിക്ക് കിട്ടിയ സീറ്റിലിരുന്നു. ബിരിയാണി വന്നു, ചിക്കൻ ഫ്രൈ വന്നു. അങ്ങനെ ഇതെല്ലാം കൂട്ടിയെടുത്ത് ഒരു പിടി പിടിച്ചു. അടിപൊളിയായിരുന്നു. അപ്പോൾ താഴത്തെ ഫുഡടിയെല്ലാം കഴിഞ്ഞ് നേരെ മേളിലിട്ട്, ഇനി ചെറുക്കനെയും പെണ്ണിനെയൊക്കെ ഒന്ന് കാണണ്ടേ, നേരെ മുകളിലെത്തിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. അവിടെയും ഫുള്ളാണ്. അകത്തോട്ട് കയറാൻ വയ്യാത്ത രീതിയിൽ ആൾ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരുവിധം വകഞ്ഞു മാറ്റി അകത്ത് കയറി പറ്റി. അപ്പോൾ വേദിയിൽ വിഷ്ണുനാഥ് MLA ഒക്കെ ഉണ്ട്. വധൂവരന്മാർക്ക് ആശംസ അർപ്പിക്കാൻ എത്തിയതാണ്. അപ്പോൾ ഞങ്ങളും ആശംസ അർപ്പിക്കാൻ വളരെ ബാക്കിലായിപ്പോയി. എങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ബൈ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.